ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ABO ഡിസയറിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്താണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. ഇപ്പോൾ ഹുവായോങ്ങിൻ്റെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഷുവായു അവനെ ചെക്ക് ചെയ്യാനായി പോകുന്നുണ്ട്. എന്നാൽ ഹുവായോങ് താൻ ഓക്കെയാണ്, റെസ്ക്യൂ ടീം ഉടനെ തന്നെ ഇവിടെ എത്തുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഷുവായു അതെങ്ങനെ നിനക്കറിയാം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവർ നടന്നു വരുന്ന കാലച്ച എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, മിക്കവാറും അത് അവർ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഷുവായുവിന് എന്തെങ്കിലും സംശയം വരാണ്. അതായത് ഷുവായു ഒരു എസ് ക്ലാസ് ആൽഫയാണ്, എന്നിട്ട് തനിക്ക് ആ ഒരു ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഹുവായു അങ്ങനെ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതായത് അവന് ഭയങ്കര ഒരു കേൾവി ശക്തിയുണ്ട്. അതായത് അവൻ ആൽഫ പോലും അല്ല, അതിന് മേലെ വരുന്ന എന്തോ ആണ്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞ് നീ ആരാണ്, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹുവായു അങ്ങ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കത്തില്ല, എനിക്ക് നിങ്ങളോട് ഉണ്ടാവണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കള്ളം പറയത്തില്ലായിരുന്നു, എനിക്ക് നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പിന്നെ നീ മുമ്പ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എക്സ് ഹോൾഡിങ്സ് ആണെങ്കിൽ ഒരു പുതിയൊരു കണ്ടുപിടുത്തം നടത്തി, ഫെറോമോൺ മോഡിഫയർ എന്ന് പറഞ്ഞിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫെറോമോൺസ് ഒരു ഒമേഗയുടെ ഫെറോമോൺസ് വരുന്നത് പോലെ ആക്കി തീർക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക വരെ ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഫെറോമോൺസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ആവുന്നതെന്ന് പറയുന്നുണ്ട്. അത് പറയുന്ന ടൈമിനും അവൻ്റെ ബോഡിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവാൻ തുടങ്ങുന്നുണ്ട്. ആ ടൈമിൽ ഷുവായു ആണെങ്കിൽ അതൊക്കെ ഒന്ന് നിർത്ത്, ബാക്കിയുള്ളവർ നമ്മളൊന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നവരെ നിനക്ക് പിടിച്ചിരിക്കാനുള്ള പവർ വേണ്ടേന്ന് പറയാണ്. ഹുവായോങ് അതൊന്നും കാര്യമാക്കാതെ എനിക്കിതിനെ ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഷുവായു അപ്പോൾ ഞാൻ ആൽഫാസിനെ സ്നേഹിക്കാറില്ല എന്ന് പറയാണ്. ഹുവായോങ് ഇപ്പോൾ ഒരു ആൽഫേനാണ് വിചാരിച്ചിരിക്കുന്നത്. ഹുവായോങ് എന്നാൽ അത് തിരുത്താനൊന്നും പോകുന്നുമില്ല. ആ സമയം ഹുവായോങ് ആണെങ്കിൽ എനിക്കിതിനെ ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ ഇതിൻ്റെ പുറകെ വന്നോട്ടെ, എനിക്കാണെങ്കിൽ ഇതിനെ ഹേർട്ട് ചെയ്യണമെന്ന് ഒട്ടും ആഗ്രഹമില്ല, ഞാൻ ഇതിനെ ഹേർട്ട് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഹുവായോങ്ങിൻ്റെ ആ ഒരു ശക്തിയെല്ലാം കുറഞ്ഞിട്ട് അവനാണെങ്കിൽ ചിലർ ബോധം പോയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മെഡിക്കൽ ടീം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഉടനെ തന്നെ രണ്ടിനും പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഷാങ്ങും പിന്നെ ഷെന്നും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഷെന്നാണെങ്കിൽ ഹുവായോങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവനൊന്ന് തൊടാൻ പോലും ഷുവായി സമ്മതിക്കുന്നില്ല. എന്നാൽ ഷുവായിനാണെങ്കിൽ ഇപ്പോൾ ഹുവായോങ്ങിൻ്റെ അടുത്ത് ദേഷ്യമുണ്ട് താനും. ഹുവായോങ് ആണെങ്കിൽ ചാങ്ങിൻ്റെ അടുത്ത് നീ ഷുവായിൻ്റെ കാര്യം നോക്കിക്കോ, അവനും പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറയാണ്. അത് ചാങ് ഷുവായിൻ്റെ കൂടെ ഒരു ആംബുലൻസ് കയറി പോകാൻ നിൽക്കാണ്. ഹുവായോങ്ങിൻ്റെ കൂടെ ഷെന്നാണ് പോകുന്നതും. എന്നാൽ പോകുന്നതിന് മുന്നേ ഹുവായോങ് ആണെങ്കിൽ ഷുവായിനെ പോയി ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഷുവായി അവനെ തള്ളി മാറ്റി കളയുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേക്കും ഡോക്ടേഴ്സൊക്കെ അറിഞ്ഞത് ഹുവായോങ്ങിൻ്റെ ദേഹത്തോടെ ഒരു ബുക്ക് ഷെൽഫൊക്കെ വന്ന് വീണു, ഒരു കമ്പിയൊക്കെ അവൻ്റെ കുറുക്കിലൊക്കെ കയറിയെന്നായിരുന്നു. എന്നാൽ നോക്കുമ്പോഴത്തേക്കും ഒരു കുലുക്കോ ഇല്ലാതെ അവനോട് ഫോൺ കുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അവനാണെങ്കിൽ ഷുവായിനെ കാണണം, ഷുവായു ഞാനും ഒരേ സ്ഥലത്തായിരുന്നു വന്നിരുന്നെങ്കിൽ എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഷെങ്ങാണെങ്കിൽ ഒന്ന് നിർത്താവുന്നു, ഈ സത്യം പറഞ്ഞാൽ ലവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സൈക്കോ പരിപാടിയാണ് കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഞാൻ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടോ എന്ന് തിരിച്ച് ഹുവായോങ് ചോദിക്കുന്നുണ്ട്. അതേസമയം ഡോക്ടർ വരുന്നുണ്ട്. ഇതേപോലെ ഞാൻ പറഞ്ഞാൽ തന്നെ ഡോക്ടർ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവനിപ്പോൾ ബോധമില്ലാതെയൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എന്നാൽ അവനിങ്ങനെ ഫോണൊന്നും നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ പേഷ്യൻ്റ് ഏതാ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഷെൻ ഇതാ ഇത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഡോക്ടറെ സമയം കുറുക്കിൽ ഒരു കമ്പി കുത്തി എന്ന് പറഞ്ഞില്ലേ, അതെവിടെയെന്ന് നോക്കുമ്പോൾ അത് വലിച്ചൂരി കളയുന്നു ഹുവായോങ് സിമ്പിളായിട്ട് പറയുന്നുണ്ട്. ആ സമയം തന്നെ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇവന് വേണ്ടിയുള്ള സർജറിയുടെ കാര്യങ്ങൾ സെറ്റാക്കുന്നുണ്ട്. അതേ ടൈമിന് ഷെന്നാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ ആ ഫെറോമോൺ മോഡിഫയർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിനക്ക് സർജറി ചെയ്യുന്ന ടൈമിന് അനസ്തേഷ്യ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അവനാണെങ്കിൽ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സർജറിക്ക് കയറുന്ന ടൈമിന് ഹുവായോങ് അനസ്തേഷ്യ വേണ്ട, നിങ്ങൾ അല്ലാതെ ചെയ്തോളാനായിട്ട് പറയുന്നുണ്ട്. ഡോക്ടേഴ്സൊക്കെ ഒന്ന് ഷോക്കായി പോകുന്നുണ്ട്. എന്നാൽ അവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേസമയം ഷെന്ന് പുറത്തിരിക്കുമ്പോൾ ചാങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഷുവായിന് കുഴപ്പമൊന്നുമില്ല, അവൻ്റെ മുറിവൊക്കെ ട്രീറ്റ് ചെയ്തു, ആൾ ഓക്കെയാണ്. ഹുവായു അങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാണ്. ആ ടൈമിന് എന്തോ സർജറി എന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് 1 മണിക്കൂറായി ഒരു ഇതുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ചാങ് പറയുന്നുണ്ട് ഹുവായോങ് ആണെങ്കിൽ ഇവിടെ ഇരിക്കുമായിരുന്നെങ്കിലും അവനാണെങ്കിൽ ഷുവായിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ഡോക്ടറിനെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഹുവായു അങ്ങനെ ഏത് ഡോക്ടറാണ് ട്രീറ്റ് ചെയ്യുന്നത്, അവൻ്റെ പേഴ്സണൽ ഡോക്ടറാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, അയാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടർ ഉണ്ടായിരുന്നു, അയാളാണ് അവൻ്റെ സർജറിയൊക്കെ ചെയ്തു കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്തായാലും അവരാണെങ്കിൽ ഹുവായുവിനെ കയറി കാണുമ്പോഴത്തേക്കും ഹുവായുവിൻ്റെ ബോഡിയൊക്കെ ഭയങ്കര വീക്കാണ്, അതുകൊണ്ട് അവനെ നോക്കുന്ന ആൾ അവനെ പ്രത്യേകം കെയർ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഹുവായോങ് ആണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് ഷുവായി ഒന്ന് അവനോട് മിണ്ടാൻ വേണ്ടിയിട്ട് അവനാണെങ്കിൽ കുറേ മെസ്സേജൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് ഷെന്ന് അവനെ കാണാനായിട്ട് വരുന്നത്. ഇവനിങ്ങനെ ഫോൺ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഷെന്നും പോയി നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഷുവായുവിന് ഇങ്ങനെ ചറപറാന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഷുവായു നീ ഇവിടെ ഇല്ലാതെ എനിക്ക് ഭയങ്കര ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു, ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് ക്ഷമിക്കത്തില്ലേ, ഐ ആം സോ സോറി, ഞാനത് മനഃപൂർവ്വം കള്ളം പറഞ്ഞതല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയം ഷെന്നാണെങ്കിൽ ഇത് കണ്ടിട്ട് ഇവനെ കളിയാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഒരാളെ വളയ്ക്കുന്നതെന്ന് പറഞ്ഞു തരാൻ കണ്ടു പഠിച്ചോന്നൊക്കെ, ഇതാണോ ഞാൻ നിന്നെ കണ്ടു പഠിക്കേണ്ടത്, നീയാണെങ്കിൽ അവൻ്റെ കാലിൽ വീഴുവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഷെൻ അവനെ കളിയാക്കുന്നുണ്ട്. അതേസമയം ഷുവായിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അവനിപ്പോൾ ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റ് ഒരു പെൺകുട്ടി ചെയ്യുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ഒരു ഭൂമിയിലൊക്കെ വന്നിട്ട് അവരിരുന്ന ആ ഒരു ലൈബ്രറിയുടെ VIP റൂമൊക്കെ തകർന്ന് വീണതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ഒരു പെൺകുട്ടി പറയുന്നത് ഇത്രയും വലിയൊരു ഭൂമിയിലൊക്കെ ഉണ്ടായിട്ടും ഇത്ര അധികം തകർന്നത് ആ ഒരു മുറി മാത്രമാണ്, ആ ലൈബ്രറി
പോലും അത്രയും തകർന്നിട്ടില്ല. ആ ഒരു തകർന്നത് VIP റൂമായിരുന്നു. സോ ആ ഒരു VIP റൂമാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പൈസയും ഫണ്ടൊക്കെ കൊടുത്തത് ഈ ഒരു ശിവായുവിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഈ ശിവായുവിൻ്റെ കമ്പനി ആണെങ്കിൽ കള്ളത്തരം കാണിച്ച് ക്വാളിറ്റി ഇല്ലാത്ത സംഭവങ്ങൾ വെച്ചിട്ടാണ് ഈ റൂമൊക്കെ ക്രിയേറ്റ് ചെയ്തത്. ആളുകളുടെ ജീവൻ വെച്ച് അവന്മാർ കളിക്കുവാണ്. അവനൊക്കെ ശരിക്കും ഒരു മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് ചൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ശിവായുവിനെതിരെ കുറേ ഇത് വരുന്നുണ്ട്. ശിവായു ആണെങ്കിൽ ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിരിക്കുകയും ചെയ്യാണ്. ശിവായു എന്നിട്ട് അവൻ്റെ അസിസ്റ്റൻറ്റിനോട് ചോദിക്കുന്നുണ്ട് ഈ സംഭവങ്ങൾക്കുള്ള ക്യാഷൊക്കെ ഡൊണേഷനായിട്ട് കൊടുത്തത് ആരാണെന്ന്. ആ സമയം അത് ശിവായുവിൻ്റെ ബ്രദറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര രൂപയാണ് കൊടുത്തത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 40 മില്യണാണ് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഒരു ലൈബ്രറി കെട്ടാനായിട്ട് 40 മില്യൺ കൊടുത്തോ, എന്നിട്ടാണോ ഒരു ഭൂമിയിലേക്ക് വന്നപ്പോഴത്തേക്കും അത് പൊളിഞ്ഞു വീണത്. എന്തോ കളത്രം നടന്നിട്ടുണ്ട്, എന്തായാലും തെറ്റ് ചെയ്തവന്മാരെ ജയിലിലാക്കള വഴി നോക്കാനൊക്കെ പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടറാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഓക്കെയാണ് ഡിസ്ചാർജ് ആവാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ എങ്ങനെയുണ്ട് ഹുവായോങ്ങനെന്നും കൂടെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഡോക്ടർ ഹുവായോങ്ങിൻ്റെ കണ്ടീഷനും പറയുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം ശിവായു ആണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻറ്റിനോട് ഡിസ്ചാർജ് ഇറങ്ങുന്ന ടൈമിന് ഹുവായോങ് അവനയച്ച ഓരോ മെസ്സേജും അവനിങ്ങനെ വായിക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ അസിസ്റ്റൻറ്റിന് നിങ്ങൾക്ക് ഹുവായോങ്ങിൻ്റെ റൂമിലേക്ക് പോകണമെന്നുണ്ട്, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ശിവായു ആണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ നേരെ ഹുവായോങ്ങിൻ്റെ റൂമിലേക്ക് ചെല്ലാണ്. ശിവായു നോക്കുമ്പോഴത്തേക്കും ഹുവായു ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണുന്നുണ്ട്. അങ്ങനെ അവനെ കാണാനായിട്ട് അകത്തേക്ക് കയറാനായിട്ട് പോകുന്ന സമയത്താണ് അവൻ്റെ അടുത്തേക്ക് ഷെന്ന് വന്ന് നിന്ന് സംസാരിക്കുന്ന അവൻ കാണുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്കും ശിവായുവിന് ജലസായിട്ടാണെന്നൊക്കെ തോന്നുന്നു. ആൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ഹുവായോങ്ങിനെ ബ്ലോക്ക് ചെയ്യുവാണ്. എന്നിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. ഇത് കാണിക്കുന്നത് ശിവായുവിൻ്റെ ബ്രദറിനെയാണ്. ശിവായുവിൻ്റെ ബ്രദർ തന്നെയായിരുന്നു അന്ന് ഹുവായോങ്ങിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരാനായിട്ട് രണ്ടുപേരെ അയച്ചത്. ഇപ്പോൾ ആ ആൾക്കാർ ഇവനെ കാണാനായിട്ട് വരുമ്പോഴത്തേക്കും വാങ്ങിച്ച പൈസയ്ക്ക് ഒരു വർക്കും നീയൊക്കെ ചെയ്യുന്നില്ലല്ലോ, നീ പിന്നെ എന്തിനാ പൈസ വാങ്ങുന്നതെന്ന് വെച്ചിട്ട് അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ആ ഒരു പയ്യൻ ആക്ച്വലി ഒരു ഒമേഗയല്ല, എന്തോ ഒരു ആൽഫയാണ്, അവൻ്റെ ഫെറോമോൺസിനൊക്കെ ഭയങ്കര പവറായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് അവനെ ക്യാച്ച് ചെയ്യാൻ പറ്റാത്തത്. ഒരു കാര്യം ചെയ്യാം, എന്തായാലും ശിവായുവിനെ തകർക്കാനല്ലേ നോക്കുന്നത്, നമുക്ക് അവനെ നേരിട്ട് തന്നെ പിടിച്ചാൽ പോരെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആൽഫേനെ ക്യാച്ച് ചെയ്യാനൊന്നും നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയം ഇല്ല ഞങ്ങൾ തയ്യാറായി പൊക്കോളാം, ഉറപ്പായിട്ടും പറ്റും, ഞങ്ങൾ ഉറപ്പായിട്ടും അവനെ പിടിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം ചെയ്യും, നിങ്ങളാണെങ്കിൽ അവനെ പിടിച്ചിട്ട് അവൻ്റെ ആ ഒരു ഫെറോമോൺ പ്രൊഡ്യൂസ് ആവുന്ന ഒരു ഗ്ലാൻഡ് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേക്ക്, ഞാൻ നിങ്ങൾക്ക് 3 ഇരട്ടി പൈസ തരാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷെന്നാണെങ്കിൽ ഇപ്പോൾ ഹുവായിങ്ങിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കുന്നതാണ്. ആ സമയം ഹുവായങ്ങ് ശിവായിന് കൊടുക്കാനായിട്ട് എന്തൊക്കെ ലെറ്റേഴ്സ് സംഭവം എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്നിട്ട് ഷെന്ന് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ ശിവായിനെ വളയ്ക്കാനുള്ള വേറെ പരിപാടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയാണ്. ആ സമയം ഇത് വളയ്ക്കുന്നതല്ല, ഇത് നീയാണെങ്കിൽ അവൻ്റെ കാല് പിടിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പിന്നെയും ഹുവായിങ്ങിനെ കളിയാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതേസമയം ഗാവോനെ കാണിക്കുകയാണെങ്കിൽ അവനും ഇപ്പോൾ ഹോസ്പിറ്റലിൽ അവൻ്റെ ചേച്ചിയോട് ഇരിപ്പുണ്ടായിരുന്നു. അവൻ്റെ ചേച്ചിയാണെങ്കിൽ അവൻ്റെ അടുത്ത് നീ എന്തിനാണെങ്കിൽ ഓവർ ടൈം വർക്ക് ചെയ്യുന്നത്, നീ ഇപ്പം തന്നെ എന്നെ നോക്കാനായിട്ട് ഇങ്ങനെ ലീവ് എടുക്കുന്നില്ലേ, അതിന് പകരമായിട്ട് ഷെന്ന് നിന്നെയായിട്ട് കുറേ വർക്ക് ചെയ്യിപ്പിക്കുമല്ലേ, അല്ലെങ്കിൽ തന്നെ അവനൊരു മോശക്കാരൻ ദേഷ്യക്കാരൻ പയ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷെന്നെ കുറേ പറയുന്നുണ്ട്. ആ സമയം ഗാവോ അങ്ങനെയൊന്നുമല്ല, ഷെന്നെ ഒരു നല്ല പയ്യനാണ്, പിന്നെ ഓവർ ടൈം വർക്ക് ചെയ്യുന്നത് അത് ഞാനായിട്ട് എൻ്റെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യുന്നതാണ്, ഷെന്ന് എന്നെ കൊണ്ട് അങ്ങനെ കഷ്ടപ്പെടുത്തൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെയാണ് ഷെന്ന് അവന് മെസ്സേജ് അയച്ചിട്ട് ഞാനിവിടെ ഹോസ്പിറ്റലിലുണ്ട്, ഞാൻ എൻ്റെ ചേച്ചിനെ കാണാനായിട്ട് ഇപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു മെസ്സേജ് ഗാവോ വായിച്ചിട്ട് ഇരിക്കുന്ന ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് ഷെന്ന് വരുന്നുണ്ട്. അവൻ്റെ ചേച്ചിക്ക് ഓക്കെ അല്ല എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയം അല്ല ഇപ്പം എന്തൊരു പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനെന്ന് ഗാവോ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇവിടുത്തെ തന്നെ സെക്കൻഡ് ഫ്ലോറിൽ ഹുവായോങ് അഡ്മിറ്റാണ്, ഞാൻ അവനെ കാണാനായിട്ട് വന്നതാണ്, അപ്പോൾ ഇങ്ങോട്ടേക്കും കൂടെ കയറാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട്. ഗാവോ അപ്പോൾ എന്നിട്ട് ഹുവായോങ്ങിന് വയ്യേ, ഒരു കാര്യം ചെയ്യാം, ചേച്ചിയുടെ ചെക്കപ്പ് കഴിയുമ്പോൾ ഞാനും അങ്ങോട്ടേക്ക് കാണാൻ വരാമെന്ന് പറയുന്നുണ്ട്. ഷെന്നപ്പോൾ ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഷെന്നും ഹുവായോങ് ആ റൂമിൽ നിൽക്കുമ്പോഴത്തേക്കും ഗാവോയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഗാവോ വന്നിട്ട് ഹുവായോങ്ങിൻ്റെ അടുത്ത് നിന്ന് ഓക്കെ ആണോ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴും ഹുവായോങ് ആണെങ്കിൽ ഒരു ഒമേഗ തന്നെയാണ്, ഇവരുടെ കമ്പനിയിൽ സെക്രട്ടറിയായിട്ട് ജോയിൻ ചെയ്തൊരു പയ്യനായിട്ട് തന്നെയാണ് ഗാവോയ്ക്ക് അറിയാന്നുള്ളത്. അവനൊരു എനിഗ്മയാണെന്നോ അല്ലെങ്കിൽ കുറച്ച് പവർഫുള്ളായിട്ട് എക്സ് ഹോൾഡിങ്സിൻ്റെ CEO ആണെന്നോ ഒന്നും തന്നെ അവനെ ഒരു സത്യം അറിയത്തില്ല. എന്തായാലും ഹുവായോങ്ങിനോട് സംസാരിക്കുമ്പോൾ ഹുവായോങ് സ്നേഹത്തോടെ തന്നെയാണ് തിരിച്ച് സംസാരിക്കുന്നത്. അതേസമയം ഹുവായോങ് ആണെങ്കിൽ അന്ന് എക്സ് ഹോൾഡിങ്സിൻ്റെ ഹോട്ടലിൽ വെച്ചിട്ട് ഇതുപോലെ ഷെന്നാണെങ്കിൽ ഒരു ഒമേഗയുമായിട്ട് ഇൻറ്റിമേറ്റ് ആയല്ലോ, അത് ആരാണെന്ന് കണ്ടുപിടിച്ചോ എന്നിങ്ങനെ ഗാവോയോട് ചോദിക്കുകയാണ്. കാരണം ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് എന്നാണെങ്കിൽ ഹുവായോങ്ങിനെ പറഞ്ഞു കൊടുത്തായിരുന്നു. ഗാവോ അപ്പോൾ ഇല്ല, ക്യാമറയുടെ വിഷ്വൽസ് നോക്കാൻ നിന്നപ്പോഴത്തേക്കും അവർ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു റൂമിൻ്റെ ഏരിയയിൽ അവിടെ ക്യാമറ ഉണ്ടായിരുന്നില്ല, അതൊരു കോർണർ ഏരിയ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹുവായോങ് പക്ഷേ ആ ഒരു പയ്യൻ്റെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ പെട്ടെന്നൊരു ഫോട്ടോ എടുത്തായിരുന്നു എന്ന് പറയാണ്. ഉടനെ തന്നെ ഗാവോ ടെൻഷനാവുകയാണ്, കാരണം താനാണെന്ന് ഇപ്പം തന്നെ ഷെന്ന് കണ്ടുപിടിക്കുമല്ലോ എന്ന്. ആ സമയം ഷെന്നാണെങ്കിൽ ഫോട്ടോ തരാൻ പറയുമ്പോൾ ഹുവായോങ് ഇല്ല, ആ ഒരു പയ്യൻ്റെ ബാക്ക് സൈഡ് മാത്രമേ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ആ ഒരു പയ്യൻ്റെ മുഖം അതിലില്ല, ഒരു കാര്യം ചെയ്യാം, ഞാനത് ഗാവോനെ കാണിക്കാം, അത് വെച്ചിട്ട് ഡ്രസ്സിൻ്റെ ഇതെല്ലാം വെച്ചിട്ട് ഗാവോ ആ പയ്യനെ കണ്ടുപിടിച്ചിട്ട് നിനക്ക് പറഞ്ഞു തരുമെന്ന് പറയുമ്പോൾ ഷെന്ന് ആ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഷെന്നൊരു കോൾ വരുന്നുണ്ട്, അവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഹുവായോങ് ശരി ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അത് ഗാവോയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഗാവോ നോക്കുമ്പോഴത്തേക്കും ഹുവായോങ് പറഞ്ഞതുപോലെ ആ ഒരു പയ്യൻ്റെ മുഖം കാണാൻ പറ്റാതിരിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, അത് താനാണെന്ന് ക്ലിയർ ആയിട്ട് ആ ഫോട്ടോയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഹുവായോങ്ങിനും താനായിരുന്നു ഷെന്നിനോട് ഇൻറ്റിമേറ്റ് ആയ ഒരു പയ്യനെന്ന് മനസ്സിലായെന്നുള്ള കാര്യം ഗാവോ ഇപ്പോൾ മനസ്സിലാക്കിയിട്ട് ഹുവായോങ്ങിൻ്റെ അടുത്ത് ഞാൻ
എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹുവായോങ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കിതിൻ്റെ അകത്ത് ഇടപെടേണ്ട ഒരു കാര്യമില്ല, ഞാനിവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. നിനക്കാണെങ്കിൽ ഷെന്നിന് ഇഷ്ടമാണല്ലേ, നീ തന്നെ തീരുമാനിച്ചാൽ മതി അവൻ്റെ അടുത്ത് സത്യം തുറന്ന് പറയണോ വേണ്ടേ. എന്തായാലും ഞാനായിട്ട് ഈ ഒരു ഫോട്ടോ കാണിച്ച് ഒന്നും പറയാൻ പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്തായാലും ഗാവ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം ഷെൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഗാവനെ കാണാത്തതുകൊണ്ട് തന്നെ അവൻ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹുവായോങ് അവൻ ഓൾറെഡി പോയി എന്ന് പറയുന്നുണ്ട്. ആ സമയം നീ എന്തിനാ അവനെ വിട്ടത് എന്നിങ്ങനെ ഷെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹുവായോങ് പിന്നെന്താ ഞാൻ അവനെ പിടിച്ചു വയ്ക്കണോ, സ്നേഹിച്ചുകൊണ്ടിരിക്കണോ, എന്തോ നിനക്ക് അവനെ കണ്ടിട്ടും മതിയാവുന്നില്ലേ, ഡെയിലി ഓഫീസിൽ വെച്ച് കാണുന്നതല്ലേ, എന്നിട്ട് നിനക്ക് അവനെ പുറത്ത് വെച്ച് കാണണോ, സത്യം പറയാം നിനക്ക് ഗാവരുടെ എന്തോ ക്രഷ് ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷെന്നാണെങ്കിൽ ഭൂമിയിലൊക്കെ വന്നപ്പോൾ നിൻ്റെ ബ്രെയിനിന് എന്തെങ്കിലും സംഭവിച്ചോ, എനിക്ക് അവൻ്റെ അടുത്ത് ക്രഷൊന്നുമില്ല, പിന്നെ അവൻ കുറേ ദിവസം ലീവായിരുന്നു, അതുകൊണ്ട് ഞാൻ അവനെ ഡെയിലി കണക്കൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ടിട്ട് ഇപ്പോൾ കുറേ ദിവസം ആയി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ഗാവനെ കാണിക്കുവാണെങ്കിൽ അവനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുമായിരുന്നു. ആ സമയം അവൻ്റെ അടുത്ത് ഹുവായോങ് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അവൻ ആലോചിക്കുന്നുണ്ട്, സത്യം തുറന്ന് പറയണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഷെന്നി ഇവനെ കോൾ ചെയ്തിട്ട് നീ എങ്ങോട്ടാണ് പോയെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഷെന്ന് നീ ഇനി എന്നാ ഓഫീസിലേക്ക് വരുന്നതെന്ന് നോക്കുമ്പോൾ എൻ്റെ ലീവ് ഇന്നത്തോടെ അവസാനിക്കും, ഞാൻ നാളെ മുതൽ ഓഫീസിൽ വരുമെന്ന് പറയുന്നുണ്ട്. അതേക്കും ഷെന്നിന് നല്ല സന്തോഷം വരുന്നുണ്ട്. അവനാണെങ്കിൽ എങ്കിൽ ഓക്കെ ബൈ, നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് കോൾ കിട്ടിയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ഷുവായുവിനെയാണ്. ഇപ്പോൾ ഷുവായു ഓഫീസിൽ ഇരിക്കുന്ന ടൈമിൽ അവന് കുറേ ലെറ്റേഴ്സ് വരുന്നുണ്ട്. അതെല്ലാം തന്നെ അവൻ്റെ അസിസ്റ്റൻറ്റ് പയ്യൻ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അവനെന്ത് ഇമ്പോർട്ടൻറ്റ് കാര്യമായിരിക്കും എന്ന് കരുതിയിട്ട് ഓരോന്നായിട്ട് തുറന്ന് നോക്കുമ്പോൾ എല്ലാം ഹുവായോങ് അയച്ചായിരുന്നു. ഒന്നിൻ്റെ അകത്ത് ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, വേറെ നിൻ്റെ അകത്ത് നീ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഹുവായോങ് കുറേ കാര്യങ്ങൾ പറയുന്ന ഓരോരോ ലെറ്റേഴ്സ് ആയിരുന്നു അതൊക്കെ. ഇത് തന്നെയായിരുന്നു ഹുവായോങ് അവിടെ ഹോസ്പിറ്റലിൽ ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്നതും. ഇത് കണ്ടിട്ട് തന്നെയായിരുന്നു ഷെൻ അവനെ കളിയാക്കിക്കൊണ്ടിരുന്നതും. എന്തായാലും അത് മൊത്തം വായിക്കാൻ നിൽക്കുന്നില്ല, കാരണം ഷുവായുവിന് മനസ്സിലായി ആ ഇരിക്കുന്ന ലെറ്റേഴ്സ് മൊത്തം ഹുവായോങ് അയച്ചതാണെന്ന്. അതുകൊണ്ട് തന്നെ അവൻ്റെ അസിസ്റ്റൻറ്റ് പയ്യൻ്റെ അടുത്ത് ഇതെല്ലാം തന്നെ എടുത്ത് കളഞ്ഞേക്കാൻ പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഓരോ ബൊക്കെയും കുറേ ലെറ്റേഴ്സുമായിട്ട് അവന് വരുന്നുണ്ടായിരുന്നു. ഒന്നും അവൻ നോക്കാൻ നിൽക്കുന്നില്ല, കൊണ്ടുവരുമ്പോൾ തന്നെ എടുത്ത് കളഞ്ഞേക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഹുവായോങ് നേരിട്ട് അവനെ കാണാനായിട്ട് വരുന്നുണ്ട്. വരുമ്പോൾ തന്നെ കാണുന്നത് ഇവൻ കൊടുത്തിട്ടുള്ള ബൊക്കെയെല്ലാം തന്നെ ഒരു വർക്കറാണെങ്കിൽ കൊണ്ട് പുറത്തേക്ക് കളയുന്നതാണ്. അപ്പോൾ തന്നെ ഹുവായോങ്ങിന് മനസ്സിലാവുന്നുണ്ട് ഷുവായിന് താൻ കൊടുത്തെല്ലാം ഷുവായി ഒഴിവാക്കി കളയുവാണെന്ന്. എന്തായാലും പിന്നീട് ഷുവായി ആണെങ്കിൽ അവൻ്റെ ഓഫീസ് റൂമിലേക്ക് വരുന്ന ടൈമിൽ നോക്കുമ്പോൾ വീണ്ടും ഹുവായോങ്ങിൻ്റെ ഒരു ലെറ്റർ കാണുന്നുണ്ട്. ഉടനെ തന്നെ അസിസ്റ്റൻറ്റ് പയ്യനോട് ദേഷ്യപ്പെട്ടിട്ട് നിൻ്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞു ഇനി ഇതും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന്, മര്യാദയ്ക്ക് എടുത്ത് കളയാനായിട്ട് പറയുന്നുണ്ട്. അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഈ ലെറ്റർ നിങ്ങൾ സ്വീകരിച്ച് തിരിച്ചൊന്ന് സംസാരിക്കുന്നവരെ ലെറ്റർ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുമെന്ന് ഹുവായോങ് അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം ലെറ്റർ കൊണ്ടുവന്നത് ഹുവായോങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആണെന്ന് കരുതിയിട്ട് ഇപ്പം തന്നെ അയാളെ മീറ്റ് ചെയ്തേക്കാം, അയാൾ പോയോന്ന് വെച്ചപ്പോൾ ഇല്ല വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ നേരെ വെയിറ്റിംഗ് റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ചാങ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, ഹുവായോങ് ആയിരുന്നു. ആ സമയം അസിസ്റ്റൻ്റ് പറയുന്നുണ്ട് ഇന്ന് ഹുവായോങ് നേരിട്ടാണ് ഈ ലെറ്റർ തരാനായിട്ട് വന്നതെന്ന്. അതേസമയം ഹുവായോങ് ആണെങ്കിൽ നിനക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യമാണോ, എൻ്റെ അടുത്ത് ക്ഷമിച്ചുകൂടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷുവായി പറയുന്നുണ്ട് ഞാനൊരു ആൽഫിനെ ഡേറ്റ് ചെയ്യത്തില്ല എന്ന്. ആ സമയം ഹുവായും അപ്പം അവർ ആൽഫ അല്ലെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോൾ നീ വീണ്ടും കള്ളം പറയുന്നത് നോക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടെന്ന് നേരത്തെ പൊക്കൂടെ എന്നൊക്കെ ഷുവായി ചോദിക്കുന്നുണ്ട്. ആ സമയം തന്നെ ഷുവായിനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് പോസ്റ്റ്പോൺ ചെയ്യട്ടെ എന്ന് അസിസ്റ്റൻറ്റ് ചോദിക്കുമ്പോൾ വേണ്ട ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഹുവായോങ് വിടുന്നില്ല, പുറകെ പോകുന്നുണ്ട്. മീറ്റിംഗ് കഴിയുന്നവരെ താനോട് പുറത്തേക്കാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ലൈബ്രറി ഇടുങ്ങി വീണേറ്റ കാര്യം തന്നെയാണ്. എന്നെ ഡൊണേഷൻ കൊടുത്ത ആ ഒരു ലൈബ്രറി ആണെങ്കിൽ തകർന്നു പോയി, ഷെനിൻ്റെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് അവനെതിരെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്താനായിട്ട് പോവാണ്. ഇൻ്റർവ്യൂ നടത്താമെന്ന പയ്യൻ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഷുവായി നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പയ്യനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതായത് ഈ ഒരു സീരീസിൻ്റെ സ്റ്റാർട്ടിങ് എപ്പിസോഡ് ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കണ്ടത് ഷുവായുവിനെ ഡേറ്റ് ചെയ്തിരുന്ന പയ്യന്മാരെയും പെൺകുട്ടികളെ എല്ലാം തന്നെ ഒരു പയ്യൻ വിളിച്ചുകൊണ്ട് വന്നേക്കുന്നതാണ്. അവൻ്റെ വീട്ടിൽ വെച്ചിട്ട് എല്ലാവരും തന്നെ മുട്ടുകുത്തിയൊക്കെ അവൻ്റെ മുന്നിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അത് മറ്റാരും നമ്മുടെ ഹുവായോങ് തന്നെയായിരുന്നു. ഹുവായുവിൻ്റെ ലാസ്റ്റ് എക്സായിരുന്ന പയ്യനാണ് ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ നടത്താനായിട്ട് വരുന്നത്. ആ പയ്യനാണെങ്കിൽ ഷുവായുവിൻ്റെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് ഹുവായോങ്ങിനെ കാണുന്നത്. ഹുവായോങ് അന്നേ അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു പയ്യനാണെങ്കിൽ ഇവൻ്റെ ഫെറോമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് പവർ ഉപയോഗിച്ച് ഒന്ന് പേടിപ്പിച്ച് വിട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹുവായോങ്ങിനെ ഷുവായുവിൻ്റെ അടുത്ത് കാണുമ്പോഴത്തേക്ക് ഈ പയ്യനൊന്ന് പേടിക്കുന്നുണ്ട്. എന്തായാലും ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നുണ്ട്. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഷുവായി നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോയാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹുവായോങ്ങും അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ശരി നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹുവായോങ് തന്നെ ഓട്ടിച്ചിടാനാണ് നോക്കുന്നതെന്ന് ആ ഒരു പയ്യന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇല്ലെങ്കിൽ നല്ല അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ അവിടെ നിന്ന് പോയി കളയുന്നുണ്ട്. ഷുവായി നോക്കുമ്പോൾ ഹുവായോങ് ആണെങ്കിൽ ഒരു പാവം കൊച്ചിനെ പോലെ ഒന്നും അറിയാത്ത പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഹുവായോങ് ആണെങ്കിൽ ഷുവായി ഇങ്ങനെ ഓഫീസിൽ ഇങ്ങനെ ഫോളോ ചെയ്ത് നടക്കുന്നുണ്ട്. നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഷുവായു ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് ഒഴിവാക്കി കളയാണ്. അതിനുശേഷം ഷുവായു അവൻ്റെ റൂമിലേക്ക് ചെന്നിരുന്നിട്ട് വർക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നൈറ്റ് ആകുമ്പോഴത്തേക്കും ഹുവായോങ് ആണെങ്കിൽ ഷുവായുവിൻ്റെ ഓഫീസിൻ്റെ അവിടെയുള്ള പാർക്കിംഗ് ഏരിയയിൽ തന്നെ അവൻ്റെ കാറിൻ്റെ അതിരിക്കുന്നുണ്ടായിരുന്നു. അസമയം ഷെൻ അവനെ കോൾ ചെയ്തിട്ട് സംസാരിക്കുകയാണ്. ഇപ്പോഴും ഷുവായുവിൻ്റെ പുറകെ തന്നെ ഇവനിങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഷെന്ന് പറയുന്നുണ്ട് അവനാണെങ്കിൽ നിന്നെ ബ്ലോക്ക് ചെയ്ത് അന്ന് മുതൽ നീയാണെങ്കിൽ നേരെ ഫുഡ് കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, നീ അറ്റ്ലീസ്റ്റ് നിന്നെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് കെയർ ചെയ്യേ, ഫുൾ ടൈം അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ നിൻ്റെ കാര്യം നോക്കാനേ പറയുന്നുണ്ട്. ആ സമയം ഹുവായോങ് ആണെങ്കിൽ നീയുമായിട്ട് ഇൻറ്റിമേറ്റ് ആയ ആ ഒരു പയ്യനാരാന്ന് കണ്ടുപിടിച്ചോന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നപ്പോൾ ഇല്ല നീയല്ലേ പറഞ്ഞത് നീ എടുത്ത ഫോട്ടോയിൽ ആ പയ്യൻ്റെ മുഖം പതിഞ്ഞിട്ടില്ല എന്ന്, പിന്നെ നീ അത് ഗാവോയ്ക്ക് കാണിച്ചും കൊടുത്തല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്കറിയാമെന്നുള്ളതെല്ലാം ഞാൻ ഗാവോയ്ക്ക് പറഞ്ഞു കൊടുത്തു, അവൻ്റെ ബുദ്ധി വെച്ചിട്ട് ആ
ആര് പയ്യൻ ആരാന്ന് അവന് മനസ്സിലാക്കാൻ പറ്റും. അവൻ കണ്ടുപിടിച്ചോണ്ടെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശിവായുവിൻ്റെ ബ്രദർ അവനെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ച അവർ 2 പേര് അവനെ കിഡ്നാപ്പ് ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യുന്നതാണ്. അവനൊരു ആൽഫ ആയതുകൊണ്ട് തന്നെ അവൻ്റെ പവറിൻ്റെ മുന്നിൽ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ ഒരു ഗ്യാസ് പോലത്തെ സംഭവമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴത്തേക്കും ശിവായുവിൻ്റെ ബോധം പോകാൻ കണക്കിന്. അങ്ങനെ അതുകൊണ്ട് നേരെ ശിവായുവിൻ്റെ ഓഫീസിലേക്ക് അവർ പോകുന്നുണ്ട്. ആരെയും കാണാതെ ആ ഒരു സംഭവം ഓപ്പൺ ചെയ്തിട്ട് അവൻ്റെ ഓഫീസിൻ്റെ അകത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്മെല്ലടിക്കുന്നതും ശിവായുവിൻ്റെ ബോധം പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശിവായുവിനെ ഒരു തുണിയിലെന്തോ കവർ ചെയ്തിട്ട് ആരും കാണാതെ നേരെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവന്ന് അവരെ വണ്ടിയിലേക്ക് കയറ്റാണ്. ഹുവായോങ്ങും അതേ പാർക്കിംഗ് ഏരിയയിൽ അവൻ്റെ കാറിൽ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ ഒരാളെ കൊണ്ടുപോകുന്നത് ഹുവായോങ് കാണുന്നുണ്ട്. ഹുവായുവിൻ്റെ മുഖം എല്ലാം മറച്ചാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഹുവായോങ്ങിന് മനസ്സിലാവുന്നുണ്ട് അത് ഷെൻ ആണെന്ന്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് ബൈ.